ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം അച്ചാറാണ്. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ഇതുപോലുള്ള മൂത്ത് കിടക്കുന്ന ഈത്തപ്പഴമാണ് നമുക്ക് ആവശ്യം. നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല പച്ചമാങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അച്ചാറുണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ പ്രവാസികൾക്ക് കഴിയുന്നതെന്ന് വെച്ചാൽ ഈത്തപ്പഴമാണ് നമുക്ക് ഇവിടെ സുലഭമായി കിട്ടുന്നത്. അപ്പോൾ ആ ഈത്തപ്പഴം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അച്ചാറുണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ 1 കിലോത്തോളം മൂത്ത ഈന്തപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനൊരു 400 ഗ്രാം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 300 ഗ്രാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 15 മുളക്, അത് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനങ്ങ് കാണിക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇതിന് ആവശ്യമാണ്. ഇനി നമ്മൾ ഈന്തപ്പഴം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വലിയ പീസുകളായിട്ട് ഇടരുത്. അപ്പോൾ നമ്മൾ ഇരുമ്പ് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ കണ്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 2 സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഉലുവയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് എരിവില്ലാത്ത മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അച്ചാറിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂന്ന് സ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ 3 സ്പൂൺ ഉപ്പ് നമുക്ക് പോരാണ്ട് വരും. എങ്കിൽ കൂടി നമുക്കിപ്പോൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ 3 സ്പൂൺ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി മൊരിച്ചെടുക്കണം. അപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളെ ഇഞ്ചിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴമില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. ഈ പിഴിഞ്ഞൊഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഈന്തപ്പഴം നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് വേവിച്ചെടുക്കണം. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വാളംപുളിയുടെ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റി കഴിഞ്ഞു. നന്നായി വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ സൊറക്കൊഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിങ്ങനെ സൊറക്കൊഴിച്ച് കൊടുക്കാം.
അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിച്ചാൽ പിന്നെയും അതിനകത്തേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ അടച്ചു വെക്കാതെ തന്നെ വേണം നമ്മൾ ഇത് മൊത്തം ചെയ്തെടുക്കാനായിട്ട്. സൊർക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപ്പിന് ചെറിയൊരു പോരായി ഉണ്ട്. അപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം അച്ചാർ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഈ അച്ചാർ റെഡിയായി കഴിഞ്ഞ് പിന്നെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. നമ്മളെ ഈത്തപ്പഴം അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി വിടുക. ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.